ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹരിത ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഇനി ചെലവുകളെല്ലാം മനോജാണ് നോക്കേണ്ടത്. 1 വർഷത്തേക്ക് ഞാൻ ജോലിക്ക് പോകില്ല എന്നൊക്കെ പറയുന്നു. മനോജ് അപ്പോൾ പറയുന്നുണ്ട് ചെലവുകളൊക്കെ എങ്ങനെ നടത്താനാണെന്നൊക്കെ. ഹരിത അപ്പോൾ പറയുന്നുണ്ട് നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനെന്ന്. മനോജ് അപ്പോൾ പറയുന്നുണ്ട് ചുമ്മാ അതൊരു ജോലിക്കും പോകത്തില്ല, ബിസിനസ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഹരിത അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വേറെ വഴിയില്ല, എൻ്റെ അച്ഛനോട് തന്നെ പൈസ ചോദിക്കണം എന്നൊക്കെ പറയാണ്. മനോജ് അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇപ്പൊ പൈസ തന്നത് തന്നെ നിന്റെ അച്ഛൻ എപ്പോഴും കുത്തുവാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും പണത്തിന് വേണ്ടി ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മനോജ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രകാശൻ സുചിത്രയുടെ അടുത്തേക്ക് പാട്ട് പാടി ചെല്ലുന്നുണ്ട്. സുചിത്ര ചോദിക്കുന്നുണ്ട് എന്താണ് സന്തോഷമെന്നൊക്കെ. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് ഓൺലൈനായിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്ന്. അതൊക്കെ വെച്ച് സ്വന്തമായിട്ട് ഒരു വീട് പണിയണം, അത് മാത്രമല്ല അച്ഛൻ്റെ പെൻഷൻ കാശും കുറിച്ച് വാങ്ങണമെന്നൊക്കെ പറയുന്നു. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് അത് അച്ഛൻ്റെയും അമ്മയുടെയും പൈസയാണ്, വന്ദനയുടെ വിവാഹം പോലും കഴിഞ്ഞില്ല, അത് അവരുടെ പൈസയാണ്, അത് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് ആദ്യം നമ്മുടെ കാര്യം, പിന്നെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എന്നൊക്കെ പറയാണ്. പ്രകാശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സുചിത്ര അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇയാൾ നന്നാകില്ല എന്നൊക്കെ. ശേഷം എല്ലാവരും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ തറക്കല്ലിടാൻ പോവുകയാണെന്ന്. ആ വീട് എല്ലാവരെയും പേരിലായിരിക്കും, അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്നൊക്കെ പറയുന്നു. മനോജ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ജോലിയൊന്നുമില്ലെന്ന്. മുത്തശ്ശി അപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് നിനക്ക് എപ്പോഴാണ് ജോലി ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രകാശനും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നൊക്കെ. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ സഹായിക്കുമെന്ന്. മനോജ് അപ്പോൾ പറയുന്നുണ്ട് ആകെയും കൂടെയും ബാധ്യതയായിട്ടുള്ളത് ആദ്യം മാത്രമാണെന്ന്. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ സമ്പാദ്യത്തിൽ കുറച്ചാണെങ്കിൽ അച്ഛനും കൊടുത്ത് സഹായിക്കുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന്, അല്ലാതെ ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ വാചകമടിക്കല്ലെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് മനോജിനെയാണ് പറഞ്ഞതെന്നൊക്കെ. മാധവൻ അപ്പോൾ എല്ലാവരോടുമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആരും എന്നെ സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഹരിത കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ശേഷം മാറിയിരുന്ന് കരയുകയാണ്. ഹരിത കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഹരിത അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. മനോജിനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ല, ഒരു കുഞ്ഞു കൂടെ ജനിക്കാൻ പോവുകയാണ്, ഇതിന്റെ കാര്യം തന്നെ എന്താകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഗതികെട്ട അച്ഛൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്, ഇതിനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഹരിത കരയുന്നുണ്ട്. ചന്ദ്രിക ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത്, ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ ഒരു പരിഹാരം കാണാമെന്നൊക്കെ പറഞ്ഞ് ഹരിതയെ ആശ്വസിപ്പിക്കുകയാണ്. മാധവൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നാളെ ഭൂമി പൂജ ചെയ്യാൻ പോവുകയാണ്, എന്തായാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല, വരാൻ പറ്റുന്നവർക്കൊക്കെ വരാമെന്നൊക്കെ പറയുന്നു. മാധവൻ പോയതിന് ശേഷം പ്രകാശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഈ പൈസ വെറുതെ കളയാൻ പോവുകയാണ്, വീട് പണിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. അടുത്ത ദിവസം രാവിലെ പൂജാരി വന്നിട്ട് ഭൂമി പൂജ തുടങ്ങുകയാണ്. എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മനോജും ഹരിതയും സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് സങ്കടമാകുന്നുണ്ട്. ചന്ദ്രിക മാധവനോട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഈ പൂജ വേണോ എന്ന്. മാധവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. ചന്ദ്രിക ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, മാധവേട്ടൻ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നു. ചന്ദ്രിക മാധവനോട് പറയുന്നുണ്ട് ഈ വീടിനെക്കാട്ടിൽ ഇപ്പോൾ അത്യാവശ്യം മനോജിനൊരു ജോലിയല്ലേ എന്നൊക്കെ പറയാണ്. അവനിപ്പോൾ ഒരു കുഞ്ഞു കൂടെ ജനിക്കാൻ പോവുകയല്ലേ, അപ്പോൾ അവനെ സഹായിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്